ദ ഫാമിലി സ്റ്റാർ ഇപ്പോൾ ഈ മാസം ഇറങ്ങിയ സിനിമയാണ്. ഇപ്പോൾ ഒരു 3 ദിവസം മുമ്പ് OTT റിലീസായിട്ടുണ്ട്. നമ്മുടെ വിജയ് ദേവരകൊണ്ട, പിന്നെ അതുപോലെ മിറാൽ താക്കൂർ എന്ന് പറഞ്ഞിട്ടുള്ള നടി, എല്ലാവർക്കും അറിയണതാണ്. പിന്നെ അതേപോലെ തെക്കൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തമിഴ് സിനിമയുണ്ട്, അതിൽ അഭിനയിച്ച ആ നടിയും കൂടി ഇതിൽ ചെറിയൊരു ഗസ്റ്റ് റോളായിട്ട് ചെയ്യുന്നുണ്ട്. പടത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ കുഴപ്പമില്ല, നല്ല പടം. എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ടു. കുറേ കാര്യങ്ങൾ ഇഷ്ടപ്പെടാനായിട്ടുണ്ട്, അതേപോലെ തന്നെ ഇഷ്ടപ്പെടാണ്ടിരിക്കാനുള്ള കാരണങ്ങളുണ്ട്. മെയിനായിട്ട് ഈ പടത്തിൻ്റെ ജോണർ എന്ന് പറയുന്നത് ഫാമിലി ഫിലിമാണ്. എന്ന് വെച്ചാൽ ഫാമിലി ഓഡിയൻസിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ഫിലിമാണ്. അപ്പോൾ ഫാമിലി പടം എന്ന് പറയുമ്പോൾ വാരിസൊക്കെ പോലത്തെ ഒരു ടൈപ്പ് പടം, അതൊക്കെയാണ് ഫാമിലി പടങ്ങൾ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ ഫാമിലി പടങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഫാമിലി ഓഡിയൻസ് വേണ്ട കുറേ സാധനങ്ങൾ ഇവർ ഈ സിനിമയിൽ ഉപയോഗിക്കും. ആ സംഭവങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ലേ. ആ സംഭവങ്ങളാണ് നമുക്ക് നെഗറ്റീവ് പറയാനായിട്ട് പറ്റുന്ന കാര്യങ്ങൾ. പക്ഷേ ഫാമിലി പടം എന്നുള്ള രീതിയിൽ നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റിൽ കാണുകയാണെങ്കിൽ നമുക്കതൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ കണ്ടിരിക്കാൻ പറ്റും നമുക്ക്. പടത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ മൊത്തം ഫാമിലി പരമായിട്ടുള്ള ഒരു പടമല്ല അത്. ഇതിൽ ഫസ്റ്റ് ഹാഫ് ഫാമിലി കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും, സെക്കൻഡ് ഹാഫ് വേറെയാണ്, വേറൊരു സംഭവമാണ്. തുടക്കത്തിലൊരു 10-20 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നടൻ്റെ ജീവിതം കാണിച്ചിട്ട് നമ്മൾക്ക് പരിചയപ്പെടുത്താണ്, അല്ലെങ്കിൽ ഇവനിങ്ങനെയാണെന്ന് നമ്മൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണ ഒരു സംഭവമാണ് ഫസ്റ്റത്തെ ഒരു 20 മിനിറ്റ്. അതിൽ തന്നെ ഏകദേശം നമുക്ക് പിടികിട്ടും, പക്ഷെ എല്ലാതും നമുക്ക് പിടികിട്ടുന്നില്ലേ. അത് പടം തുടങ്ങി ഇങ്ങനെ പോയി ഇങ്ങനെ കൊണ്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് കുറേയൊക്കെ നടൻ്റെ സ്വഭാവം മനസ്സിലാവുള്ളൂ. അങ്ങനെ അത് അതിൽ അങ്ങനെ ഫാമിലിക്ക് വേണ്ടി ജീവിച്ച് പോണ ഒരുത്തൻ്റെ ഒരു ലൈഫിലേക്ക് ഒരു പെണ്ണ് കയറി വരികയാണ്. എന്നിട്ട് അവർ പ്രണയത്തിലാവാണ്. പക്ഷെ അത് ക്ലീശല്ല, അതിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ആ ട്വിസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ ട്വിസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് പടം. അങ്ങനെ അത് കഴിഞ്ഞ് ഇൻ്റർവെല്ലാവണതിൻ്റെ മുമ്പ് വിജയ് ദേവരകൊണ്ടയുടെ പെർഫോമൻസ് ഉണ്ട്. എൻ്റെ മോനെ, ഞാൻ ചിരിച്ചിട്ടൊരു വിധമായി. കാരണം ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഡാവിൻ്റെ എക്സ്പ്രഷൻസ് കാണണം, അയ്യോ ചിരിച്ചിട്ട് ഞാൻ ഒരു എന്താ പറയുക, ഒരു വഴിയായി. ഞാൻ ഇത്ര പീക്ക് ലെവലിൽ ഡാവിനെ അഭിനയിച്ച് കണ്ടിട്ടില്ല. ഇത്ര പീക്ക് ലെവലിൽ ഡാവ് കോമഡി ചെയ്യണത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് ആൾ, എടുത്ത് പറയണം, നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇൻ്റർവെല്ല് അടിപൊളിയാണ്. ഇൻ്റർവെല്ലിന് ശേഷം ഇൻ്റർവെല്ല് ആവണതിൻ്റെ തൊട്ട് മുമ്പ് തൊട്ട് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആവും പടം. നമ്മൾ വിചാരിക്കുന്ന ഒരു ടൈപ്പേ ആവില്ല പടം. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഇൻ്റർവെല്ല് കഴിഞ്ഞാൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. അവിടുന്ന് അങ്ങനെ പിന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകും. ക്ലൈമാക്സ് എനിക്ക് ഇത്തിരി വലിച്ചു നീട്ടിൽ തോന്നി. ക്ലൈമാക്സിൽ കുറേ ഓവർ വലിപ്പിക്കൽ എനിക്ക് തോന്നി. പിന്നെ പോരായ്മ, ഇത് ക്ലൈമാക്സ് ആണ് എനിക്ക് അങ്ങനെ ഒരു പോരായ്മ തോന്നിയത്, ഇത്തിരി വലിച്ചു നീട്ടുന്ന പോലെ തോന്നിയത്. പിന്നെ ഒരു പോരായ്മ എന്ന് പറയാനായിട്ട് ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അല്ലർജുൻ ചെയ്യണ ഫൈറ്റ് ഇവൻ ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പേർക്ക് അത് ഉൾക്കൊള്ളാനായിട്ട് പറ്റും, എത്ര പേർക്ക് അത് ഇഷ്ടപ്പെടും, അങ്ങനെ ഒരു സംഭവം ഇതിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഫൈറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുള്ള കുറേ സീനുകളുണ്ട് ഫൈറ്റിൽ. മര്യാദയ്ക്ക് നല്ലൊരു ഫൈറ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് ഇത്തിരി അതും മാത്രം ബോറാവാണ്ട് തോന്നിയിരുന്നു. പിന്നെ നടിയുടെ കാര്യത്തിലൊന്നും പറയണ്ട, നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് നടി. ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, എൻ്റെ വ്യൂവേഴ്സിനെ ഞാൻ എപ്പോഴും ഡിസപ്പോയിൻറ്റ് ചെയ്യില്ല. അത് ഇതിൽ അങ്ങനെ തന്നെയാണ്. ക്യാരക്ടറായിട്ടുണ്ട് എല്ലാം. ഇപ്പം ഈ അടുത്തായിട്ട് നടി ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ക്യാരക്ടേഴ്സാണ്. പക്ഷെ എന്നിരുന്നാലും പോലും എല്ലാത്തിലും ചെറിയൊരു ഷെയ്ഡ് കൊണ്ടുവരാനായിട്ട് ആൾ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കത് എല്ലാതും ഒരേപോലത്തെ ഒരു ക്യാരക്ടറാണ്, ക്ലീഷായിട്ട് തോന്നില്ല. പിന്നെ പെർഫോമൻസ് പറയാനുണ്ട, നന്നായിട്ടുണ്ട്. എക്സ്പ്രഷൻസൊക്കെ അടിപൊളിയായിട്ട് ഇടുന്ന ഒരു നടിയാണ്. അപ്പോൾ മൊത്തത്തിൽ ഓൾറൗണ്ട് ഒരു ഫാമിലി പടം, കുഴപ്പമില്ലാത്തൊരു ഫാമിലി പടം അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പടമാണ്. എനിക്കിഷ്ടമായി. കാരണം എനിക്ക് ദേവരകൊണ്ടയുടെ കുറേ സംഭവങ്ങൾ, അഭിനയം ഒരു രക്ഷയില്ല, പീക്ക് ലെവലായിട്ടുണ്ട്. കാരണം ക്യാരക്ടറിന് ക്യാരക്ടർ അവൻ്റെ, അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിഷ്ടമായത്. പിന്നെ കുറേ നല്ല നല്ല സീനുകളും നല്ല ഇമോഷൻ സീൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്കിഷ്ടമായി. നിങ്ങൾ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ പടത്തിനെ കുറിച്ച് പറയാനുള്ളത്. ഇതൊരു ഫാമിലി പടമാണ്, ആ ഒരു മൈൻഡിൽ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടമാവും. മറ്റൊരു വീഡിയോ വരുന്നവരിലേക്കും എല്ലാവർക്കും ഉണ്ടാക്കരുത്. ബൈ.